ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്കും ബ്രസീലിനും കാലിടറി. അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വീഴ്ത്തി ഇക്വഡോർ. ബ്രസീലിനെ തകർത്ത് യോഗ്യതാ പ്ലേ ഓഫിലേക്ക് മുന്നേറി ബൊളീവിയ. യൂറോപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനും ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും ജയത്തുടർച്ച. എക്കാലത്തും ആവേശം പകരുന്ന മത്സരമാണ് അർജന്റീനയും ഇക്വഡോറും തമ്മിൽ. വാക്തർക്കങ്ങളും വഴക്കുകളെല്ലാം നിറഞ്ഞ മത്സരം. ഇന്നും അതിനൊരു കുറവുമുണ്ടായില്ല. സൂപ്പർ താരം ലിയോണൽ മെസ്സി ഇല്ലാതെയാണ് അർജന്റീന കളത്തിലിറങ്ങിയത്. ആദ്യം മുതൽ ആക്രമിച്ചായിരുന്നു ഇരു ടീമും കളിച്ചത്. 31-ാം മിനിറ്റിൽ മെസ്സിക്ക് പകരം ടീമിനെ നയിച്ച നിക്കോളസ് ഒറ്റമൻഡി മോയിസ് കൈസോഡയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റിയിൽ എന്നർ വലൻസിയ ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ ഇക്വഡോർ താരം കൈസോഡയും ചുവപ്പ് കാർഡ് കണ്ടു പുറത്തായി. മത്സരത്തിൽ 58% പന്തിണക്കം കൈവശം വെച്ച അർജന്റീനയ്ക്ക് ഒരു ഷോട്ട് പോലും ഇക്വഡോറിന്റെ വലക്കുനേരെ തൊടുക്കാൻ സാധിച്ചില്ല. ഇരു ടീമും നേരത്തെ തന്നെ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചിരുന്നു. ബ്രസീലിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് ലോകകപ്പ് യോഗ്യതയ്ക്കുള്ള പ്ലേ ഓഫിന് ബൊളീവിയ യോഗ്യത ഉറപ്പിച്ചത്. 2009 ശേഷം ആദ്യമായാണ് ബൊളീവിയ ബ്രസീലിനെ പരാജയപ്പെടുത്തുന്നത്. മത്സരത്തിൽ ആദ്യ പകുതിയുടെ അവസാനം ബൊളീവിയൻ താരത്തെ ബോക്സിനുള്ളിൽ ആന്റണി ഫൗൾ ചെയ്തതിലൂടെ ലഭിച്ച പെനാൽറ്റി മിക്കൽ ടെർസറോസ് ലക്ഷ്യത്തിലെത്തിച്ചു. രണ്ടാം പകുതിയിൽ ബൊളീവിയൻ ഗോൾ മുഖത്തേക്ക് ബ്രസീൽ ഇരച്ചെത്തിയെങ്കിലും ബൊളീവിയൻ പ്രതിരോധത്തെ മറികടക്കാനായില്ല. 1994 ശേഷം ആദ്യമായാണ് ലോകകപ്പ് യോഗ്യതയ്ക്കുള്ള പ്ലേ ഓഫിന് ബൊളീവിയ യോഗ്യത നേടുന്നത്. യൂറോപ്പിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഹംഗറിയെ തോൽപ്പിച്ചു. 2-3 ഗോളുകൾക്കായിരുന്നു പറങ്കിപ്പടയുടെ ജയം. പോർച്ചുഗലിനായി റൊണാൾഡോ, കാൻസലോ, ബെർണാഡോ സിൽവ എന്നിവർ ഗോൾ കണ്ടെത്തി. ഗോൾ നേട്ടത്തോടെ യോഗ്യതാ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കാർലോസ് റൂയിസിനൊപ്പമെത്തി ക്രിസ്ത്യാനോ. 39 ഗോളുകളാണ് ഇരുവരും അടിച്ചുകൂട്ടിയത്. ഐസ്ലാൻഡിനെ 1-2 ഗോളുകൾക്ക് ഫ്രാൻസ് മറികടന്നു. സെർബിയയെ എതിരില്ലാത്ത 5 ഗോളിന് ഇംഗ്ലണ്ട് തകർത്തു. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.